ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ 20 വയസ്സ് 22 വയസ്സുള്ള പിന്നെ കോളേജിൽ പഠിക്കുന്ന, ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന, അതിനപ്പുറത്തേക്ക് പഠിക്കുന്ന, LLBക്ക് പഠിക്കുന്ന, MBBSന് പഠിക്കുന്ന 20 മേലുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ കൈ പിടിച്ചു. അപ്പോൾ ഒരു അത്യാവശ്യം മോറൽ ബോധമുള്ള ഒരു അധ്യാപകൻ ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഒരു വാപ്പാൻ്റെ മക്കളല്ല, നിങ്ങൾ നിങ്ങൾ ഒക്കെ ധാർമ്മിക നിലവാരമുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന മക്കളാണ്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇവർ രണ്ടാളും അധ്യാപകൻ്റെ മേൽ കയർത്തു. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, കൂടെ പഠിക്കുന്ന ഒരാളെ കയ്യിൽ പിടിച്ച് എന്താ തെറ്റ്? ഇതിനെന്താ നമ്മൾ മറുപടി പറയാൻ? എന്താ മറുപടി പറയാൻ? അതാണ് ഇന്നത്തെ സാധാരണത്വം. ഇവിടെ നിന്നിട്ട് നമ്മൾ ഒരു 50 കൊല്ലം മുമ്പുള്ള ആളുകളെ നമ്മളപ്പം എന്താ മനസ്സിലാക്കുക? അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല, അവർക്ക് വിവരം ഉണ്ടായിരുന്നില്ല. അവർ ജനിക്കുകയാണെങ്കിൽ അവർ വീണ്ടും കബർന്ന് എണീറ്റാൽ അവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ പ്രശ്നം? ഇവിടുത്തെ സമാധാനം നശിപ്പിച്ചത് നിങ്ങളാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു ഫാമിലി ഒരിക്കൽ എനിക്ക് വിളിച്ചു. ഞങ്ങൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടായി. വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ഒരു 10-20 വയസ്സുള്ള ഒരു ആൺകുട്ടി പെൺകുട്ടി മുറി കയറി വാതിലടച്ചു. ഓക്കെ, ഒരു കൂട്ടത്തിൽപ്പെട്ട തന്നെയാണ്. അപ്പോൾ അത് പ്രശ്നമായി. മനസ്സിലായില്ല? അതായത് ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുക, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുക. ആ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇത് എന്നോട് പറയുന്നത് വയനാട് നിന്നുള്ള ഒരു ഫാമിലിയാണ്. ഒരു വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ വീട്ടിലെ ജ്യേഷ്ഠാനുജന്മാരെ മക്കൾ, ഒരു 20 വയസ്സായ ആണും 20 വയസ്സായ അത്രയൊക്കെയുള്ള ഒരു പ്രായത്തിലുള്ള ഒരു പെണ്ണും, അവരൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്നവരും പിന്നെ വിദ്യാഭ്യാസമുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അവർ ആ വീട്ടിലെ ഒരു മുറി കയറിയിട്ട്, അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ മുറി കയറിയിട്ട് വാതിലടച്ചു. വാതിലടച്ചപ്പോൾ ആരോ അത് കണ്ടു, പുറത്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ആ ആളുകൾ വന്ന് വീട്ടിലും വാതിൽ മുട്ടി. അവർ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ എന്ത് ചെയ്തു? ശകാരിച്ചു. ഇവരെ ശകാരിച്ചു. എന്ത് തോന്നിയ സൈ കാണിക്കണത്? എന്താ നിങ്ങളുടെ അവസ്ഥ എന്നവർ ശകാരിച്ചു. അപ്പോൾ ഈ ശകാരിച്ച സമയത്ത് അവർക്കിതിൽ ശകാരിക്കപ്പെടേണ്ട ഒന്നുണ്ടെന്ന് തോന്നിയില്ല. ആർക്ക്? ഈ കുട്ടികളല്ലല്ലോ, കുട്ടികളാണ്. ഒരു 20 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പെണ്ണുങ്ങൾ കുട്ടികളല്ലല്ലോ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ആ കുടുംബം രണ്ടായി. വലിയൊരു സംഘം സ്ത്രീകളും പുരുഷന്മാരും ഇവരെ കൂടെ നിന്നു. എന്താ ഒരു മുതൽ വാതിലടച്ചിനെത്തി? ഇവിടെ എന്താ പ്രശ്നങ്ങൾ? എന്ത് പ്രശ്നമുള്ളത്? അതൊരു വിഷയം പറയേണ്ട കാര്യ? കാലം മാറി വർത്താനം നിങ്ങൾ അറിഞ്ഞില്ലേ? കുട്ടിയൊക്കെ എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും? അതിനൊക്കെ നമ്മളിങ്ങനെ ഇടപെടുന്നത്. ഒരു വാതിലടച്ചൊക്കെ പഠിച്ച് അടച്ചോ അല്ലേന്ന് നോക്കി നടക്കണ നമ്മളല്ലേ മോശക്കാർ? ഫംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ് വലിയൊരു ശതമാനം ആളുകൾ അതിൽ നിന്ന് പിരിഞ്ഞുപോയി, ഭക്ഷണം കഴിക്കാതെ പോയി. ഇപ്പോൾ എന്താ പറയുക, ഇത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു എന്താ പറയുക, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മുത്താപ്പയോ ളാപ്പയോ ഒരാളാണ് ഇത് കണ്ടുപിടിച്ച്. ഇപ്പോൾ എല്ലാവരും കൂടെ ഒരു ഇളപ്പാനെ ഒറ്റപ്പെടുത്തി. ഓനെ സഭയിൽ കൂട്ടാൻ പറ്റൂല. ഓന് 100 മുമ്പ് ജീവിക്കേണ്ട ആളാണ്. എൻ്റെ കുട്ടി അതിൻ്റെ ശേഷം സംസാരിക്കാതെയാണ് ബാംഗ്ലൂർക്ക് പോയത്. എൻ്റെ കുട്ടി അന്ന് രാത്രി ഒന്നും സംസാരിച്ചില്ല. പിറ്റേന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന സമയത്ത് ഞങ്ങളോടൊന്നും മിണ്ടിയത് പോലുമില്ല. ഓനെ ഞങ്ങൾ മാനം കെടുത്തി എന്നാ പറയുന്നത്. ഓൻ നല്ല കുട്ടിയല്ലേ. അപ്പം സമൂഹത്തിന് വന്നിട്ടുള്ള ഈ നിലവാരത്തിലാണ് ലോകമുള്ളത്. തികച്ചും വളരെ അതായത് ധാർമ്മികത 100% ഒരു ജനതയിൽ, ഒരു ധാർമ്മികതയുടെ അടിത്തറയും കൊണ്ടുവന്ന ഒരു നബി, അതാരോ ആകാം. അത് സയ്യിദുനാ ഈസയാകാം, അത് സയ്യിദുനാ മൂസയാകാം അലൈഹിസ്സലാം, അത് സയ്യിദുനാ ഇബ്രാഹിം ആകാം അലൈഹിസ്സലാം, അതാരോ ആകാം. അവരെ സമൂഹത്തിലേക്ക് ഇന്ന് അനാവരണം ചെയ്ത് വെച്ചാൽ അവരിൽ കുറ്റം കണ്ടെത്താൻ മാത്രമേ സൊസൈറ്റിക്ക് കഴിയുള്ളൂ.
അത് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമാണ്, വലിയൊരു വ്യത്യാസമാണ്, ചെറിയ വ്യത്യാസമല്ല. മനസ്സിലായില്ലേ? എന്താ ഇപ്പൊ വാതിലടച്ചതിന് എന്താ തെറ്റ് എന്നാ ചോദിക്കണം. വാതിലടക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാൻ പോലും ആളില്ല. അല്ല, ഒരാണും പെണ്ണും, പ്രായപൂർത്തിയായ ആണും പെണ്ണും വാതിലടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ 25 ലക്ഷം റുപ്യ അലവാക്കണത്. ഇതൊന്നുമില്ല എന്ന് വാതിലടക്കാറിഞ്ഞാൽ അത് നമ്മളെ മൊറാലിറ്റി അംഗീകരിക്കില്ല. തിരിഞ്ഞിട്ടില്ല. ഇതേ മൂത്താപ്പാൻ്റെ മകളും എളാപ്പാൻ്റെ മകനും തമ്മിൽ അവർക്ക് ആരും ശ്രദ്ധിക്കാത്ത രൂപത്തിൽ, ആരും ഒരു വാതിലടക്കണം നോക്കാത്ത രൂപത്തിൽ അവർക്ക് നിർഭയമായി വാതിലടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് നടക്കണത്, ഒരു നിശ്ചയം നടന്ന്. മനസ്സിലായില്ല? പിന്നെ ഒരു കല്യാണം നടന്ന് ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ ആഭരണം അങ്ങോട്ട് കൊടുത്ത് മനുഷ്യന്മാർ മെനക്കെട്ട് വന്ന്. ഇന്നിപ്പോൾ മനുഷ്യനെ ചോറിനല്ലല്ലോ വരുന്നത്. അവരിപ്പോൾ ആണ് പെണ്ണിനെ ഹലാലാകുക, പെണ്ണിനാണും ഹലാലാകുക. ഈ ഹലാലാകാൻ വേണ്ടിയിട്ടാണ് 25 ലക്ഷം 50 ലക്ഷം ചിലപ്പോൾ 1 കോടി ഇവർ ചെലവാക്കുന്നത്. എന്തിനാണ്? ഇവർക്ക് നിർഭയമായി വാതിലടക്കാൻ. കുറ്റിട്ടാലും കുറ്റിട്ടില്ലെങ്കിൽ അവർ വാതിലടച്ച ഭാഗത്തേക്ക് ഒരാൾ നടന്നാൽ പോലും അവൻ അമാന്യനായിരിക്കും. എൻ്റെ നാട്ടുകാർ വിവരം അറിയും. ആണോ അല്ലേ? പറയും. അവർക്ക് നിർഭയമായി വാതിലടക്കാൻ വേണ്ടി സമൂഹം ചെലവഴിക്കുന്ന അധ്വാനം എത്ര, സമയം എത്ര, പണത്ര. ഇതൊന്നുമില്ലാതെ ഒരു പെരിയിലാണോ പെണ്ണും കയറി വാതിലടക്കാൻ ലാസ്റ്റ് ഉള്ളത്. ഒന്നും ചെയ്തിട്ടില്ല, അവർക്കൊന്നും ചെയ്യാതിരിക്കാലോ. ഈ 50 ലക്ഷം ചെലവാക്കിയതിന് ശേഷം ഇവർ രണ്ടാളും വാതിലടച്ചിട്ട് ഓരോന്നും ചെയ്തില്ല. നേരം കൊല്ലം വർത്താനം പറഞ്ഞു. അതിലെന്ത് തെറ്റ്? ഒരു ഇന്നാലിനെ ചെയ്യണം, ഒന്നാമത്തെ രാത്രി ഒരു ഇന്നലെ ചെയ്യണം, രണ്ടാം രാത്രി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വല്ല വാജിബുണ്ട്? അവർക്ക് നിർഭയമായി വാതിലടക്കാം. അതിൻ്റെ ഉള്ളിൽ അവർക്ക് വർത്താനം പറയുക, അവരെ സൗകര്യം എന്താണെങ്കിലും വാതിൽ അടക്കുക എന്നുള്ളത് അവരെ സ്വാതന്ത്ര്യം. പിന്നെ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് അധികാരമില്ല. എന്തുകൊണ്ട്? അവർക്ക് വാതിലടക്കാനുള്ള അവകാശം സമൂഹം നൽകി. അപ്പോഴത്തിന് 1000-1500 ആളുകളുടെ സമയം, ദിവസവും, പണവും ഒക്കെ നഷ്ടപ്പെടുത്തി. ആണോ അല്ലേ? നിങ്ങൾ പറയുന്നത് ചിന്തിക്ക്. അപ്പൊ ഇനിയൊരു കാലഘട്ടം വരും, ഇങ്ങനത്തെ വാതിലടക്കലുകൾ അധികരിച്ചാൽ പിന്നെ ഇനി ജനങ്ങൾക്ക് ആവശ്യമില്ല. ഇനി ഞാൻ തിരിച്ചു പറയാം. ഒരുത്തനും കയറി ഒരു മുറി കയറി വാതിലടച്ചു. അങ്ങനെ വാതിലടച്ചതിന് ശേഷം പിന്നെ ജനം അറിഞ്ഞു, ഇവരെ പിടിക്കപ്പെട്ടു. കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ആ കല്യാണത്തിൽ മാന്യന്മാർ കൂടും. പറയും മനുഷ്യന്മാര്, എൻ്റെ 5 വേറെ ആളെ നോക്കോ, ഇന്ന് വിളിക്കണ്ട. നമ്മളിതൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു വാതിലടച്ചോലല്ലേ. ഇനിയിപ്പോൾ ഞാനിത് കൊണ്ടുവരാം, അനങ്ങൾ അനാലാക്കി കൊടുത്താൽ കാര്യം പോലെ ചിന്തിക്കും. ഒരു പെണ്ണ്, ഒരു അന്നിക്കാഹ്. എന്താണ് അന്നിക്കാഹ്? അന്നിക്കാഹു അൽ ഇഅ്ലാൻ. നിക്കാഹ് എന്നാൽ പരസ്യപ്പെടുത്തല. അന്നിക്കാഹു അൽ ഇഅ്ലാനു. നിക്കാഹ് എന്നാൽ പരസ്യപ്പെടുത്തല. അന്നിക്കാഹു അൽ വത്ഉ. നിക്കാഹിന് വത്ഉ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. വത്ഉ എന്നാൽ പുരുഷനും സ്ത്രീയും നടത്തുന്ന ശാരീരിക ബന്ധത്തിന് വത്ഉ എന്നറിയും. ഇതേ അർത്ഥത്തിലും എന്തുപയോഗിക്കും? നിക്കാഹ് ഉപയോഗിക്കും. മനസ്സിലായില്ല? നിക്കാഹ് എന്ന പദം സംയോഗം അഥവാ ശാരീരിക ബന്ധം എന്ന പദത്തിനും വേണ്ടിയും എന്തുപയോഗിക്കും? നിക്കാഹ് ഉപയോഗിക്കും. പരസ്യപ്പെടുത്തൽ എന്നതിനും എന്തുപയോഗിക്കും? നിക്കാഹ് ഉപയോഗിക്കും. അപ്പൊ അവർ വത്ഉ ചെയ്യണം എന്നല്ല, അവർക്ക് എന്തും ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം ജനം പരസ്യമായി അംഗീകരിച്ചു. ഇവർക്ക് എന്തു ചെയ്യാം? ചെയ്യാതിരിക്കാം. 6 മാസം കഴിഞ്ഞിട്ട് പെണ്ണ് തെറ്റിപ്പരിൽ വന്നിരുന്നു. 6 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പെണ്ണ് പരിയിൽ വന്നിരുന്നു. ഓൻ വിളിക്കാൻ വന്നു, ഓള് പോയില്ല. അപ്പോൾ എൻ്റെ പോകട്ട്, ഞാൻ പോണില്ല. എന്താ പോകത്ത് പറയാ? അപ്പോൾ പിന്നെ ഞാൻ പോണില്ല. ഏട്ടത്തി കുത്തി ചോദിച്ചു. അപ്പോൾ ഓള് പറഞ്ഞു, കഞ്ഞിച്ചോറിന് നമ്മളെ പേരിൽ തന്നെ പോലെ നിന്നാ പോലെ. മനസ്സിലായില്ല? കഞ്ഞിച്ചോറ് കിട്ടാനാണെങ്കിൽ നമ്മളെ പേരിൽ തന്നെ എന്താ പോലെ. എന്ത് അവിടെ കഞ്ഞിച്ചോറ് മാത്രമേ ഉള്ളൂ, കഞ്ഞിച്ചോറും അല്ലാത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഓട്ടത്തി മേലമ്മാനോട് പറഞ്ഞു, അപ്പം മാപ്പാനോട് പറഞ്ഞു. അപ്പം മറ്റേ വിളിച്ചാണ്, എൻ്റെ കുതിരെ കുറേ കാലം വാതിലടച്ച് കുറ്റിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നു പോയിട്ട് എന്തിന് എനക്കാ ഞാൻ കെട്ടിച്ചെന്ന്. അപ്പം ഇവർ വാതിലടത്ത് ചെയ്തോ ചെയ്തില്ലേന്ന് ജനം
പിന്നെ 6 മാസം 10 മാസം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ ജനം അറിയണത്. ജനം അത് ശ്രദ്ധിക്കാനല്ല. ജനത്തിന് ഇത്രയേ ഉള്ളൂ, അവർക്ക് വാതിലടച്ച് ഇരിക്കാനുള്ള അവകാശം ജനം കൊടുത്തു. പിന്നെ ചെയ്യലും ചെയ്യാതിരിക്കലും ഓരിഷ്ടം. ഇതൊന്നുമില്ലാതെ പെൺകുട്ടികളും ആൺകുട്ടികളും വാതിലടച്ച് ഇരുന്നപ്പോൾ ഒരാൾ ചോദ്യം ചോദിച്ചു, എന്താ അങ്ങനെ വാതിലടച്ചിരിക്കുന്നത്? പഴയ കാലത്ത് വാതിൽ അടക്കാതിരുന്നാൽ പലരും ചോദിക്കും, എന്താ ഞങ്ങളിപ്പോൾ രണ്ടാളും അതിൻ്റെ മേലെ കയറി കുത്തിരിക്കുന്നത്? ഇടങ്ങി പെണ്ണിനോട് പറയും, പോത്തിന് എത്ര വലുപ്പല്ലേ, ഇങ്ങനെ ആൺകുട്ടികളും പിന്നെ അടക്കാം. ഒരാങ്ങളെയും ഒരു പെങ്ങളും ഒരു കട്ടിലിൽ കടന്നുറങ്ങിയാൽ പോലും ഒരു പരി കഴിഞ്ഞാൽ ചോദിക്കും, മറികടക്കി. തന്തി തറവാടുള്ള കുടുംബങ്ങൾ, അതിലും ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനില്ല, ഒന്നുമില്ല. അതൊക്കെ ധാർമ്മികത, സൊസൈറ്റി നിശ്ചയിച്ച ധാർമ്മികതകളും ആ ധാർമ്മികത കൊണ്ടാണ് ഇത് തട്ടാതെ മുട്ടാതെ ലോകം ഇങ്ങനെ കടന്നുപോകുന്നത്. മനുഷ്യനാ. സത്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. അപ്പൊ ഇതിന്റെ ഈ കാലത്ത് നിന്നിട്ടാണ് നമ്മൾ 1000 കൊല്ലം മുമ്പ് ലജ്ജയുടെ സമ്പൂർണതയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിലെ നബിയെ നമ്മൾ, അക്കൂട്ടത്തിലെ ഏറ്റവും ധാർമ്മികത ഉള്ള ആളാണ് ആര്? നബി. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷദ്ദു ഹയാഅൻ. അല്ലാഹു റസൂലിന് ലജ്ജയാണ്. എങ്ങനെ ഒരു എന്താ പറയാ, വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു യുവതിയായ, അതായത് പുരുഷ സ്പർശം ഏൽക്കാത്ത ഒരു പെണ്ണിന്റെ ലജ്ജയേക്കാൾ ലജ്ജയുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരാളെ ഇന്നത്തെ അവസ്ഥയിൽ വെച്ചൊരു വ്യാഖ്യാനിച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എല്ലാം അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, എല്ലാ കാര്യവും അങ്ങനെയാണ്. എല്ലാ കാര്യവും. ഇനിയിപ്പോൾ ഈ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നടപ്പെട്ടു. ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞല്ലോ, എന്ത് ഞങ്ങളതിൽ കൂടുന്നില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ, ഞങ്ങളതിൽ കൂടുന്നില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ കല്യാണത്തിൽ താല്പര്യം ഉള്ളതുണ്ട്, താല്പര്യം ഇല്ലാത്തതുണ്ട്. ഒരുത്തൻ്റെ ഒപ്പം പോയിട്ട് കോളേജിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു, പിന്നെ വേറൊരുത്തൻ്റെ ഒപ്പം പോയി അതും പിടിച്ചു. അവസാനം കെട്ടിക്കാൻ നിശ്ചയിച്ചാൽ ആ കല്യാണത്തിന് വിളിച്ചാൽ പോലും ജനങ്ങൾക്ക് പോകാൻ മടിയാ. ആണോ അല്ലേ? എന്തുകൊണ്ട്? അതിനൊന്നും ആവില്ല. വിളിച്ചാൽ നമ്മളൊന്നും പറയില്ലെങ്കിലും പെണ്ണുങ്ങളോട് പറയും. എന്ത് കണ്ട ആളുകളൊക്കെ പോകുമ്പോൾ മോട്ടോർ സൈക്കിളിൽ കയറി പോയാൽ ഓളെ കല്യാണത്തിനൊന്നും അങ്ങനെ പോകാനാവില്ല. അതെന്നത്തെ ഒരു സ്വാലിയാത്തായ ഒരു വളരെ ഫ്രഷായ ഒരു കുട്ടിയുടെ കല്യാണത്തിന് നമ്മൾ അങ്ങോട്ട് തേടിപ്പോവും. എന്തുകൊണ്ട്? ആ കുട്ടി നല്ലതേ പറയിച്ചുള്ളൂ. അപ്പോൾ കല്യാണത്തിന് പോയി ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ കല്യാണത്തിന് വില അറിയോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. ഒരു പെണ്ണിനെ അർഹതയില്ലാതെ ഒരു പുരുഷൻ സ്പർശിച്ച ഒരു സാഹചര്യത്തിൽ മാന്യതയുള്ളൊരു സൊസൈറ്റി അവിടെ കല്യാണത്തിന് പിന്നെ വില വെക്കൂല. നിങ്ങൾ ഹലാലാക്കി കൊടുത്തോളേന്നേ പറയുള്ളൂ. അപ്പോൾ അവർ തമ്മിലുള്ള ഈ വഴിവിട്ട ബന്ധങ്ങൾ നടപ്പിനെ കല്യാണത്തിന് എന്തില്ല? കല്യാണത്തിന് വില എപ്പോഴേ ഉണ്ടാവുള്ളൂ? ധാർമ്മികത നിലനിൽക്കണം. ഇനി ഇങ്ങോട്ട് പോയിക്കോളൂ, 4-5 കൊല്ലം കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? കല്യാണം ഉണ്ടാവില്ല. യൂറോപ്യൻ കൾച്ചർ അങ്ങനെ കയറി കല്യാണം ഉണ്ടാവില്ല. കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് പോകാൻ പൂജയുണ്ടെങ്കിൽ വേഗം വിളിച്ചാൽ പോയിക്കോളൂ. വേഗം പോകണം. എന്തുകൊണ്ട്? 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? വീഡിയോ നടക്കും. എന്ത് വീഡിയോ? അതായത് എന്താ അതിന് പറയാ, ഇന്നത്തെ ഇതുണ്ടല്ലോ, പിന്നെ ഷോർട്ട് ഫിലിംസ്. 2000-ൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കല്യാണത്തിൻ്റെ ചിത്രീകരണം. അക്കാലത്ത് എന്തുണ്ടാവില്ല? ഉണ്ടാവില്ല. ഇപ്പം 2100 എന്നൊരു കാലത്ത് ഇവിടെ മനുഷ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? കല്യാണം ഉണ്ടാവില്ല. അപ്പോൾ കല്യാണം, അവരെ കൂട്ടത്തിലെ വലിയ വലിയ സാഹിത്യകാരന്മാർ എന്താണ്, അവിടെ നടന്ന ഒരു കല്യാണം അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കല്യാണം. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ചിത്രീകരണമായിരിക്കും വന്ന് പുറത്തു വരിക. എന്തുകൊണ്ട്? കല്യാണമില്ല, അത് കല്യാണമില്ല. എന്ത് കല്യാണം? എത്രയല്ലേ? റൊണാൾഡോ അല്ല, എന്താ പറയുക, മരിച്ചുപോയ ആ ഫുട്ബോൾ പ്ലെയർ ഉണ്ടല്ലോ, എന്താ പറയുക, മർഡോണൻ്റെ കുട്ടിക്ക് 4-5 വയസ്സുണ്ടായ ഒരു കുട്ടി, പിന്നെ വേറൊരു കുട്ടി, 2 കുട്ടികൾ, വലിയ കുട്ടികൾ, 5 വയസ്സും 2 വയസ്സൊക്കെ ഉള്ള കുട്ടികളായിട്ടാണ് ആ പെണ്ണിനെ മർഡോണ കല്യാണം കഴിച്ചത്. കുട്ടികൾ പങ്കെടുത്തു. അങ്ങനത്തെ പ്രധാനമന്ത്രിമാർ യൂറോപ്പിലുണ്ട്.
കല്യാണം ഔദ്യോഗികമാക്കി, കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇയാൾ ആരുമാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിക്ക് ജാരസന്താനമുണ്ട്. അത് ജാരസന്താനമായി ഒരു പരിഗണിക്കൂല. എന്ത്? അത് എന്താണ്? ഉഭയകക്ഷി സമ്മതത്തോടുകൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം, ഇപ്പം അവരുടെ മൊറാലിറ്റി പൂർണ്ണമായി അങ്ങനെ മോറൽ സൈഡ് എന്നത് അവർക്കില്ല. ഒരു ധാർമ്മികത ആ ജനതയിലില്ല. അവർക്ക് അധാർമികമായി തോന്നുക എന്താണ്? അതിൽ സഹകരിക്കാതിരിക്കുക, ഒന്ന് ആ കുട്ടികളെ ശകാരിക്കുക. ഇപ്പൊ ഇയാൾ പറഞ്ഞു ആ കുടുംബത്തിൽ എൻ്റെ കുട്ടി ഓന് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഓനിപ്പോ ഓൻ്റെ പെങ്ങളല്ലേ, ഓൻ്റെ വളാപ്പാൻ്റെ മാളല്ലേ, ഒന്ന് കയറിയാണ്ട് ഓരോ ഇതൊക്കെ പറയണ്ടാവും. അതിൻ്റെ പേരിൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ശകാരിച്ചു. എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കാതെ പോയി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല, ഞങ്ങളൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് നേരം വെക്കുമ്പോൾ അവന് പിന്നെ പഠിക്കുന്നിടത്ത് ബാംഗ്ലൂർക്ക് പോവുകയാണ്, ഒരു വാക്ക് മിണ്ടിയില്ല. ഈ രൂപത്തിൽ ഇനി ഞങ്ങളൊരു ഫംഗ്ഷന് കൂടൂല, ഞങ്ങളോട്ട് വിളിക്കും വേണ്ട, ഞങ്ങൾ കൂടൂല. ഇവരൊക്കെ 5 വഖത്ത് നിസ്കരിക്കും. ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞില്ലേ, നിരീശ്വരവാദികൾക്ക് നല്ല പരിപാടി നിസ്കാരം തുടങ്ങലാണ്. നിസ്കാരം തുടങ്ങിയ ആളെ കിട്ടും. അത് എനിക്ക് തോന്നുന്ന നിരീശ്വരവാദികൾ അടുത്ത് നിസ്കാരം തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് നിസ്കാരം എന്നൊരു രീതിയായി കഴിഞ്ഞാൽ ഇവർക്ക് നിസ്കരിക്കാതെ പിന്നെ കഴിയില്ല. ഇപ്പം രാവിലെ ഓടാൻ ഇറങ്ങി എനിക്ക് ഓടാക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ. നിങ്ങൾ ആ വലിയ വർത്താനം എന്നോട് പറയരുത്. ഒന്ന് നിസ്കരിക്കണ്ടോ ആ ജാതി വർത്താനം എന്നോട് പറഞ്ഞാൽ വേറെ മൂല്യന്മാരുണ്ട് ഇതിൻ്റെ പുറത്ത്, ഓരോട് പറഞ്ഞാൽ. ഒരാൾ നിസ്കാരമുണ്ട് ഓ മോമിനാണെന്ന് എന്നോട് പറയരുത്. അതിൻ്റെ അരിയത്തും ആയത്തൊന്നും എനിക്ക് കാണിച്ചു തരരുത്. അതൊക്കെ ഞാനും കുറേ കണ്ടതാണ്. അങ്ങനെ നിസ്കരിക്കാതെ ഓന് കഴിയൂല. നിസ്കരിക്കും. കള്ളു കുടിക്കാതെ കഴിയൂല, കള്ളും കുടിക്കും. നിസ്കാരം ഒഴിവാക്കാൻ കഴിയില്ല, കള്ളു കുടിക്കാനും കഴിയൂല. എന്തുകൊണ്ട്? നിസ്കാരം എന്താണ്? അതൊരു സമ്പ്രദായം, ശരീരത്തിന് എക്സസൈസ് അതിലേക്ക് കയറി കഴിഞ്ഞു. അതെ. ഇപ്പൊ രാത്രി പാതിരാത്രി സുബഹിന്റെ മുമ്പ് ഉഷസ്സുദിക്കുന്നതിന് മുമ്പ് തലകുത്തി നിന്നാൽ തലക്കുണ്ടാകുന്ന ബുദ്ധി, ഫ്രഷ്നെസ്, ഇത് മനസ്സിലാക്കി. ഇതാണല്ലോ ഇപ്പം ചർച്ച. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കും. അതെ. അതെ, കറക്റ്റ്. ആരാധനകൾ ഇബാദത്താണ്. അതിന്റെ ഗുണവും ദോഷം നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല. എന്തുകൊണ്ട്? അപ്പോഴാണ് പഠിച്ചോണ്ടാവുക. മറ്റേത് നമ്മുടെ ആരോഗ്യ ഗുണമാണ്. അപ്പൊ പൂർണ്ണമായി ഭൗതികവൽക്കരിക്കപ്പെട്ടു. ഒരു ആരാധനയെ പൂർണ്ണമായും ഭൗതികവൽക്കരിക്കപ്പെട്ടു. അതെ, ഹബീബ നബി അങ്ങനെ പറഞ്ഞു, അള്ളാഹു റസൂലും പറഞ്ഞു, നമ്മളത് ചെയ്യുന്നു. അതിൽ ഗുണം ഉണ്ടായാലെന്ത്, ദോഷം ഉണ്ടായാലെന്ത്? ഇപ്പൊ 4 വട്ടം 7 വട്ടം കഴിക്കണം. അത് കഴിക്കാനെ അതിന്റെ ശാസ്ത്രീയ ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല. ആ മണ്ണിൽ ഇങ്ങനെ ബാക്ടീരിയയെ കൊല്ലുന്ന സാധനങ്ങൾ മണ്ണിലുണ്ട്. അല്ലോ, ഇനി വേറെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു മണ്ണിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇനി ഒരു കാലം വന്നു, അപ്പൊ ഒരു പിടി മണ്ണിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് 2000-ലേറെ പ്ലാസ്റ്റിക് കണ്ടന്റുകൾ ഉണ്ട് ലോകത്ത് എവിടത്തെ മണ്ണിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ മണ്ണിന് പഴയ കാലത്തെ മണ്ണിന്റെ കഴിവില്ല എന്നൊരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാലോ? അപ്പൊ നമ്മൾ നായറൊട്ട മണ്ണ് കലക്കണ്ടേ? പണ്ടത്തെ മണ്ണിന് ഇങ്ങനത്തെ കഴിവുകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ മണ്ണിന് ഇല്ല. ഇപ്പൊ ക്ലോറക്സിനാണുള്ളത്. മനസ്സിലായില്ല? അപ്പൊ നായ തൊട്ട് കഴിയുകയാണെങ്കിൽ 7ാമത്തെ അത്ര കഴിവുകൾ ഇപ്പൊ ഉള്ളത് എന്തിനാണ്? പിന്നെ നമ്മൾ എന്ത് പറയും? നമ്മളെ കൂട്ടത്തിലും മൗലവിമാരിറങ്ങും. എന്ത്? പ്രവാചകൻ അത് പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായി അതിന്റെ ബാക്ടീരിയകളെ കൊല്ലലാണ്. അതിനിപ്പോൾ മണ്ണിനെ കരുത്ത് ഇല്ലാത്തത് കൊണ്ട് ക്ലോറക്സ് ആണ് നല്ലത്, അങ്ങനെ പറയും.
മസ്അല ശറഈയ കാര്യങ്ങളിലൊക്കെ ഇബാദത്താണ്. അതിലെന്ത് ഗുണം എന്ത് ദോഷം നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അതെ 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 അതൊന്നും മാനദണ്ഡമല്ല. ഒരാൾ നിസ്കരിക്കുന്നു അതുകൊണ്ട് ഭൂമിയിലേക്കൊള്ളുന്നില്ല. ഇനി അങ്ങനെ നിരീശ്വരവാദികൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ മാഷ് പറഞ്ഞല്ലോ, എന്ത് കള്ളു കുടിക്കാതിരിക്കാൻ കഴിയാത്ത യുവാവ് എന്ത് ഒഴിവാക്കൂല? നിസ്കാരം അവിടെ സമ്പ്രദായമാണ്. നേരം വെളുത്ത് ഓടി പഠിച്ച ഒരാൾക്ക് നേരം വെളുത്താൽ അയാൾ എന്ത് ചെയ്യണം? ഓടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് അന്ന് ശരീരം മൊത്തം വേദന ഉണ്ടാവും. നിസ്കാരം പതിവുള്ള ഒരാൾക്ക് നിസ്കരിച്ചില്ലെങ്കിൽ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. നിസ്കാരം കളയായി അള്ളാഹുവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് വേറെയാണ്. അതൊക്കെ നിങ്ങൾ വെറുതെ മൂല്യന്മാർ പറഞ്ഞ് നടന്നോളി. കുറച്ച് കുപ്പായം പിന്നെ നീട്ടിയ തെബിലീകരും പറഞ്ഞു നടന്നോളി. നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടും. അതൊക്കെ പൊട്ടപ്പോയതാ. അതിൻ്റെ അകത്ത് നിസ്കരിക്കേണ്ടതല്ല. അള്ളാഹു കൽബിലുള്ളവന് അള്ളാഹുവിലേക്ക് കൂടുതൽ യാത്രയാക്കാൻ എന്തുപകരിക്കും? നിസ്കാരം ഉപകരിക്കും. മറ്റൊരു സമ്പ്രദായമാണ്. അത്രേനുള്ളൂ. നോമ്പ് ഒരു സമ്പ്രദായമാണ്, നിസ്കാരം ഒരു സമ്പ്രദായമാണ്, ഹജ്ജ് ഒരു സമ്പ്രദായമാണ്, സക്കാത്ത് ഒരു സമ്പ്രദായമാണ്. അത്രേ എനിക്കുള്ളൂ. അതെ, ഇനിയിപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അഡീഷണൽ ഒരു നബിയെ പറഞ്ഞയച്ചു. നബി വരുന്നല്ല, ഞാൻ അതിൻ്റെ പേര് പറഞ്ഞുണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. തൽക്കാലം നിങ്ങളൊരു പിന്നെ 100 കൊല്ലത്തിന് നിസ്കരിക്കണ്ട. പിന്നെന്താ വേണ്ടത്? ഞാൻ അടുത്ത വിവരം അറിയിക്കാം. മഹദി ഇമാമും ഈസാ നബിയൊക്കെ വരുന്നുണ്ടല്ലോ, ഈസാ നബിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. നിങ്ങൾ ഇനി 100 കൊല്ലത്തിന് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? എനക്ക് പണിയൊക്കെ ഞങ്ങൾ നിസ്കരിക്കാക്കൂല. ഈശാരി ഇത് പറയാന് എന്ത് പഠിച്ചോന്ന്? ഇങ്ങനെ ഒരു കാലത്ത് നിസ്കരിക്കണം എന്നറിയാം, പിന്നെ നിസ്കരിക്കണ്ടെന്നറിയാം. ഈശാരി ഞങ്ങൾ എന്നെ കണക്കാക്കിയല്ല, ഞങ്ങൾ നിസ്കരിക്കും. ഇതൊരു സമ്പ്രദായമാണ്. അത് ആരും ചെയ്യും. അള്ളാഹു കൽബിലുള്ളവനും ചെയ്യും, അള്ളാഹു കൽബില്ലാത്തവനും ചെയ്യും. അതത്രേ ഉള്ളൂ. അതൊന്നുമില്ല. ഇനി നിരീശ്വരവാദികൾ നിസ്കരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഭാര്യയായി പോകുന്ന പെണ്ണുമ്മാനോട് പറഞ്ഞാണ്, ഉമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടത് മൂപ്പരെയാണ്, മാധവനെയാണ് അല്ലെങ്കിൽ ദാസനെയാണ്. ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒപ്പം പോയി നിസ്കാരം നോൻപൊന്നും ഞാൻ മുടക്കുന്നു വിചാരിക്കണമെന്ന് മാത്രമല്ല, ഓരോ ദിവസവും ഇവൾ നിസ്കാരപ്പായിൽ നിസ്കരിച്ച് ഇരിക്കണ ഫോട്ടോ വിട്ടുകൊടുക്കും. ആർക്ക്? ഉമ്മാക്ക് സമാധാനമായി, ബാപ്പാക്കും സമാധാനമായി. അത് പള്ളിക്കല മോലിയാരും കാട്ടിക്കൊടുത്ത്. അപ്പോൾ മോലിയാർ പറയും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ദാസൻ്റെ കുറച്ച് ഫളായിലും പറഞ്ഞു, അങ്ങനെ എന്താണെങ്കിലും ഞാൻ തേണ്ടിച്ച് നോക്കും. അപ്പം പിന്നെ മോലിയർക്കും പൂതിയാവും, ഈ ജാതിയിൽ പുതിയ അപ്പോൾ നമുക്ക് കിട്ടിയാൽ മതി. അന്നത്തെ രാത്രി തന്നെ ദാസന് ഓളെ കല്യാണം കഴിച്ച് ചെന്ന അന്ന് തന്നെ ദാസൻ്റെ അമ്മ ഓൾക്ക് നിസ്കാരക്കുപ്പായം കൊടുത്തു. ഓള് നിസ്കരിച്ചു. നിസ്കാരക്കുപ്പായം കൊടുക്കണ ഫോട്ടം ദാസം വിട്ടിട്ട്. അപ്പോൾ ബാപ്പിയും മൂത്താപ്പാനെ വിളിച്ചുകൂട്ടി മൂത്തമ്മാനെ. അപ്പോൾ മൂത്തമ്മയും മൂത്താപ്പി ഓലൊക്കെ പറഞ്ഞു, പഠിച്ചോനെ നമ്മളിപ്പോൾ ഇതൊക്കെ പോകുന്നതാണല്ലോ വിചാരിച്ച് അതൊന്നും പോയിച്ചില്ല. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സമ്പ്രദായ. പിഴക്കുക എന്ന വാക്ക് ഇല്ലാത്തൊരു കാലത്താണ് ജീവിക്കണേ. പിഴക്കുക അങ്ങനത്തെ ഒരു വാക്ക് ഇപ്പുണ്ടോ? പിഴക്കുക എന്നൊരു വാക്കുണ്ടോ? എന്ത് പിഴക്കുള്ളത്? പിഴക്കുക എന്ന് പറഞ്ഞാൽ പിഴക്കുക. പേച്ചു പോയാൽ, ഒരു പെണ്ണ് പേച്ചു പോയാൽ കുടുംബം നാട് വിടും. ഇന്നിപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ടോ? പേക്ക, ഒരു പെണ്ണ് പേച്ചാൽ വാപ്പയും കുടുംബം നാട് വിടും. രാത്രി ആമാനം. എന്തുകൊണ്ട്? അവരെ കൂട്ടത്തിൽ ഒരു മകള് പേച്ചോയി. ഇന്നിപ്പോൾ അങ്ങനത്തെ സംഭവമുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് HOD കല്യാണം മുസ്ലിമാണ്. ഒരു കല്യാണം കഴിച്ചിട്ട് അവർക്ക് പേഴ്സണലായിട്ട് ഭർത്താവിൻ്റെ പേര് രാജൻ. ഇതൊക്കെ ലോകം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയോട് ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു,
ഞാനൊരു സദസ്സിലിരിക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഒരു ഭാര്യയും ഭർത്താവും വന്നു. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായക്കേടുണ്ടായിരുന്നു. ആ അഭിപ്രായക്കേട് തീരെയാണ്. അപ്പോൾ അത് പറയാൻ സ്ഥാനോടും കൂടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ പെണ്ണ് എഡ്യൂക്കേറ്റഡായ ഒരു സ്ത്രീയാണ്. ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് പിന്നെ വേറെ ചില ബന്ധങ്ങളുണ്ടായി. ഞാൻ നേരത്തെ വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധം പിന്നീട് ഈ അടുത്ത കാലത്ത് ഓർമ്മിപ്പിക്കപ്പെട്ടു. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെയും പിന്നെ മാനസികമായി എന്നോടൊരു ദേഷ്യമായി മാറി. ആ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ എൻ്റെ പഴയ കാമുകനുമായിട്ടാണ് കിടപ്പറ പങ്കിട്ടത്. അത് വർഷങ്ങളോളം തുടർന്നു. ഇപ്പോൾ അദ്ദേഹം ചതിയനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനിത് പൂർണ്ണമായി ഒഴിവാക്കി. ഞങ്ങൾ ആത്മാർത്ഥമായ ഭാര്യ ഭർത്താക്കളാകാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി ഒന്നുകൂടി ഞാൻ പറയാം. പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഫാമിലി എൻ്റെ അടുത്ത് വന്നു. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിലാണ് ഇത് സംഭവം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന തങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം ഒന്ന് പറഞ്ഞ് സ്ഥാനോടും കൂടി പറഞ്ഞ് പിന്നെ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഷണ്ടേന്ന് എന്നും അതൊക്കെ ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചില്ല. അപ്പോൾ ഈ സ്ത്രീ തന്നെ പറഞ്ഞു, ആ സ്ത്രീ എഡ്യൂക്കേറ്റഡ് സ്ത്രീ, ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് നേരത്തെ ഒരു ബന്ധമുണ്ടായിരുന്നു. വിവാഹശേഷം പിന്നെ അത് കുറച്ച് ഇല്ലാതെയായി. പിന്നെ അതിനുശേഷം ആ ബന്ധം വീണ്ടും ഓർമ്മിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ ആ ആൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളായി തോന്നി. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കവേ തന്നെ ആ ആളുമായി കിടപ്പറവം കിട്ടും വർഷങ്ങളോളം. പിന്നീട് അയാൾ ചതിയനാണ്, ഞങ്ങളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പൂർണ്ണമായി ഞാൻ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കി. ഇനി ഞങ്ങൾ സന്തോഷമുള്ള ഭാര്യ ഭർത്താക്കളായി തീരുമാനിച്ചു. അപ്പോൾ ഭർത്താവ് പറയാം, സാരല്ല, അതൊന്നും ഉസ്താനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കണ്ട, സാരല്ല എന്ന് ആരാ പറയണത്? അതായത് ഞാൻ വർഷങ്ങളോളം ഇയാളുടെ ഭാര്യയായി ഇയാളുടെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിയവേ തന്നെ ഞാൻ ഇന്നാലിന്ന ആളുമായി ചില സൗകര്യങ്ങളുടെ സമയങ്ങളിൽ കിടപ്പറ പങ്കിട്ടിട്ടുണ്ട് എന്ന് ആര് പറയാ? പെണ്ണ് പറയാ. അപ്പോൾ ഭർത്താവ് എന്ത് പറയാ? സാരല്ല. അതൊക്കെ സൊസൈറ്റിയിൽ വലിയ ആളുകളുമാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ജനതയിൽ എന്ത് ധാർമ്മികതയാണ്? ഒരൊക്കെ നിസ്കരിക്കുകയും ചെയ്യും, നിസ്കാരം ഒഴിവാക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊന്നല്ല സംഭവം, ഇതിനൊക്കെ അപ്പുറം. പക്ഷെ അത് പറയാനേ എനിക്ക് പറ്റൂല. ഇതൊന്നല്ല. അതാണ് വിഷയം. അതായത് ധാർമ്മികത ഇനിയിപ്പോൾ ഓരോരുത്തർ നിശ്ചയിക്കുന്നതായിരിക്കും, നിസ്കരിക്കും. ഓരോരുത്തർ നിശ്ചയിക്കുന്നതായിരിക്കും അവരുടെ ധാർമ്മികത. ഓരോരുത്തർ നിശ്ചയിക്കുന്നത് ധാർമ്മികതയാവും. വേറുള്ളവർ എന്ത് പറയും? അത് അവരെ കാര്യമല്ലേ, നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട്. അവരെ കാര്യമല്ല, ഇതിലിപ്പോൾ എന്തിനാ നമ്മൾ ഇടപെടുന്നത്? അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു തരുമ്പോൾ ഇവിടെ കുറ്റവാളികൾ നബിമാരായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലേ പറയും. എല്ലാം സമ്പ്രദായമായി മാറും. നിലവിൽ നിസ്കാരം ഒരു സമ്പ്രദായ, നിലവിൽ നോമ്പ് സമ്പ്രദായ. അള്ളാഹുവിലുള്ള വിശ്വാസം മനുഷ്യൻ്റെ ഹൃദയത്തിലില്ല. നബിയെ കുറ്റപ്പെടുത്തുന്നതിന് മനുഷ്യർക്ക് ഒരു മടിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു മടിയുമില്ല. പ്രഭാഷണങ്ങളിൽ നബിയെ അദ്ദേഹം എന്ന് വിളിക്കുന്ന ഇത് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. എന്താണ് ഈ മനുഷ്യന്മാർ നബിയെ അദ്ദേഹം എന്ന് വിളിക്കുക? ആധുനിക പ്രഭാഷണകാരന്മാർ നബിയെ അദ്ദേഹം എന്ന് വിളിക്കും. അദ്ദേഹം എന്ന് വിളിക്കുക ആര്? റസൂലുള്ളാഹിനെ. നമ്മൾ ബാപ്പാനെ നമ്മൾ അദ്ദേഹം എന്ന് വിളിക്കുമോ? അദ്ദേഹം എന്ന് വിളിക്കുന്ന വ്യക്തിയും നമ്മളും തമ്മിൽ അകലുണ്ടല്ലോ. നമ്മൾ ബാപ്പാനെ അദ്ദേഹം എന്ന് വിളിക്കും. ഒരാൾ സ്വന്തം പിതാവിനെ അദ്ദേഹം പുള്ളിക്കാരൻ കുറച്ച് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ ബാപ്പി മകൻ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല.
നമ്മൾ ഉപ്പാനെ എന്താ പറയാ? എൻ്റെ ഉപ്പ അങ്ങനെയല്ലേ പറയാ? അദ്ദേഹം എന്താ പറയാ? ബാപ്പാന് എന്താടാ ബാപ്പ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും പ്രധാനം നബിയാണ്, ബാപ്പയല്ല. ബാപ്പയല്ല. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പ്രധാനം ബാപ്പയല്ല, ഉമ്മയല്ല. ആരാണ്? നബിയാണ്. അതാണ് മുഅ്മിൻ. അപ്പോഴേ മുഅ്മിനാവുള്ളൂ. നബിയെ അദ്ദേഹം എന്ന് വെച്ചിട്ട് എങ്ങനെ മുഅ്മിനാവുക? നീ ഏത് കെട്ടിപ്പെടാൻ കട്ട് ചെയ്യാനാക്ക് കട്ട് ചെയ്യും, മിക്കവാറും ഇത് കട്ട് ചെയ്യും. പിന്നെ എന്താണ് മുസ്ലിയാരെ നബിയെ വിളിക്കേണ്ടത്? എന്താ അവരോട് പറയണം മറുപടി? ഇവരോട് നമുക്ക് എന്ത് പറയാനാ കഴിയാ? എനിക്ക് അത്ഭുതം തോന്നുക, നബി അദ്ദേഹം വിളിക്കേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മോശാക്കാണെങ്കിൽ അദ്ദേഹം നിൽക്കുമോ? അദ്ദേഹം ബാപ്പയല്ലേ? അമ്മോശാക്കാൻ്റെ പേര് മൊബൈലിൽ പേര് ആഡ് ചെയ്തതിന് കാരണത്താൽ കുടുംബം വിവാഹബന്ധം തെറ്റിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഈ അടുത്ത കാലത്ത് അപ്പോൾ മൊബൈൽ ഇറങ്ങി ബാപ്പാൻ്റെ പേരായിട്ട് എഴുതി അബ്ദുൽ സമദ് എന്ന് പേരെഴുതി. അബ്ദുൽ സമദ് പണ്ട് എഴുതി, അപ്പം പറ്റൂല. ഓന് കെട്ടിച്ചൊടിച്ചത് 1.5 കൊല്ലായി. ഇപ്പം അബ്ദുൽ സമദോ ബാപ്പയല്ലേ? ഓന് ബാപ്പാനോടൊരു ബഹുമാനമില്ല. ഓന് ബാപ്പാനോടും ഉമ്മാനോടും ഒരു ബഹുമാനമില്ല. ഓന് മുതൽ കണ്ട് കൂടിയതാണ് എന്നതിന് തെളിവായി ഈ കുടുംബം പറഞ്ഞതാണ് എന്ത്? ഇയാളെ പേര് അബ്ദുൽ. മനസ്സിലായോ പറഞ്ഞത്? ഇതങ്ങനെ തന്നെ. സമദ് സാങ്കല്പിക പേരാണ്, അതൊന്നുമല്ല പേര്. അതൊന്നും കൂടണ്ട. മനസ്സിലായി പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കുക, ഒരു കാലഘട്ടം നബിയെ അദ്ദേഹം എന്ന് ഇസ്ലാമിക പ്രഭാഷകന്മാർ വരെ നബിയെ അദ്ദേഹം എന്ന് വിളിക്കുന്നൊരു കാലഘട്ടം. നബി ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ആരാണ്? എവിടുന്നാ ഇത് വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പ്രവാചകൻ എന്ന് അറിയാറില്ല. എപ്പോഴെങ്കിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നെങ്കിലേ ഉള്ളൂ. ഞാൻ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ നബി പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ എന്തുകൊണ്ടെന്നാൽ അതിനൊരു വ്യാഖ്യാനം മലയാളത്തിലില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനെ ഒരു വ്യാഖ്യാനം പറയാൻ കഴിയില്ല. അപ്പോൾ ഈമാൻ തന്നെയാണ്, ഈമാൻ തന്നെ പറയണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഈമാൻ തന്നെയാണ്. അതിന് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസം എന്നും പറയാൻ പറ്റൂല. അതുമല്ല, അത് ഈമാൻ തന്നെയാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുല്ലാ എന്ന് പറഞ്ഞാൽ ആരാണ്? പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മളെ ആരാണത്? വന്നിട്ടില്ലേ മോനെ? എൻ്റെ ഇതുണ്ട്, അതേന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞത് ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അപ്പം എന്താണെന്ന് എല്ലാ നിലവാരങ്ങൾക്കും വളരെ വലിയ വ്യത്യാസം വന്നുപോയി, തകർച്ച വന്നുപോയി, എല്ലാം തകർന്നു എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനത്തെ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഫബത്നുൽ അർളി ഖൈറും മിൻ ളഹരിഹാ, ഫബത്നുൽ അർളി ഖൈറും മിൻ ളഹരിഹാ. ഭൂമിയുടെ പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയുടെ ഉള്ളിൽ ജീവിക്കലായിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞു. ഇപ്പം മൂസാ വ ഇബ്രാഹീമു മഅ നജ്ലി മറിയമി ലഹും റുത്ബത്തുൻ വൽ കുല്ലു അംനുൽ ലിഖായിഫീൻ വലകിന്നമൽ മുഖ്താറു അർഫഉ മൻസിബാ വമിൻഹു മനാലുൽ അഖ്ദമീനൽ ഖത്താരിഫീ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാഖ്യാനിക്കാൻ പോലും ഇന്ന് നമുക്ക് കഴിയില്ല.